ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്ന് മാങ്കുളത്തെ സെക്കൻഡ് ഡേ ആണ്. മോർണിംഗ് ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. നമ്മുടെ ആ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ആണത്. ഇന്നലെ പകലൊന്നും തീരെ ക്ലൈമറ്റ് മോശമായിരുന്നു, പക്ഷേ രാവിലെ ആയപ്പോൾ ഇന്നലെ അർദ്ധരാത്രി ഒരു 11 മണി 12 മണിയായപ്പോൾ നല്ല കട്ട തണുപ്പായിരുന്നു. ഇന്ന് രാവിലെയും നല്ല അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്, തണുപ്പുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പുറകിൽ നല്ലൊരു വ്യൂ ഉണ്ട്, നടക്കാനുള്ള ഏരിയയും പിന്നെ ഒരു ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഈ സെക്കൻഡ് വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല. റൂമിൻ്റെ ബാക്ക് സൈഡുള്ള വാട്ടർഫോളിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് കഴിഞ്ഞ് പോകുന്ന കുറച്ച് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളും മാത്രമേ നമ്മൾ ഈ സെക്കൻഡ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ സൈഡിലൂടെ ബാക്കിൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണിത്. ഈ ചെറിയൊരു പാലം പോലെ ഇതിൻ്റെ അടിയിൽ കൂടി ഒക്കെ ആ വെള്ളമാണ് ഒഴുകി വരുന്നത്. ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും മഴയുണ്ടായിരുന്നെങ്കിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നതെന്ന് അവർ പറഞ്ഞായിരുന്നു. ഈ സൈഡിലൊക്കെ ഒരുപാട് കോട്ടേജ് വേറെ ഉണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ വേറെ കോട്ടേജുകളുണ്ട്. നല്ല രസമാണ്. കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ആ വെള്ളമാണ്, ആ ഫോറസ്റ്റ് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു പാറക്കെട്ടിലൂടെ ഒഴുകി വരുന്നൊരു വെള്ളമാണിത്. ഇവിടെ കണ്ടോ, ഈ ഭാഗത്തുമുണ്ട് ഒരുപാട് കോട്ടേജുകൾ, ഈ ഭാഗത്തുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ രസമായിരിക്കും കേട്ടോ. ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കതില്ല. വെള്ളം നല്ല ഐസ് പോലത്തെ വെള്ളമാണ്, പക്ഷെ കുറവാണ് വെള്ളം, വരൽ കുറവാണ്. അത് മഴയില്ലാത്തതുകൊണ്ടാണ് വെള്ളം ഇത്രയും കുറവായിരിക്കുന്നതെന്ന് അവർ പറഞ്ഞത്. നല്ല മഴയുള്ള സമയത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഇവിടെ വരുന്നതാണ്. എല്ലാവരും കുളിക്കുന്നതാണ് ഇവിടെ. ഞാനിന്നലെ വന്ന് കയറിയപ്പോൾ തന്നെ ഞാനൊന്നിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്ന് ഈ പാറക്കെട്ടിലൂടെ മുകളിൽ ടോപ്പ് വരെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോട്ടേജിൻ്റെയും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും എല്ലാം പരിസരം കംപ്ലീറ്റ് ഇവർ നല്ല നല്ല പൂക്കളുള്ള ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ച് നല്ലൊരു ഗാർഡൻ ലുക്ക് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല രസമാണത് കാണാനും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലൊരു കോടയൊക്കെ ഉള്ള സമയത്ത്, നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടില്ലെന്നായിരിക്കും. എല്ലാവർക്കും നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളന്ന് റൂമിൽ വന്നപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ പുറകിലേക്കൊന്ന് നടന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കൊന്ന് ഓടി കയറിയിട്ട് വന്ന ഒരു വീഡിയോ ആണത്.
അപ്പോൾ നമ്മൾ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. നേരെ അവരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ നല്ലൊരു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. ചെസ്സ് കളിക്കാനും ക്യാരംസ് കളിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വന്നു. അത് കഴിച്ചുകൊണ്ടിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു. ഞങ്ങൾ മസാല ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും ആയില്ല. പിന്നെ പൂരി ഓർഡർ ചെയ്തു. പൂരി കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം തൃപ്തിയായി. നേരെ അത് കഴിഞ്ഞ് കുറച്ച് നേരം പ്ലേയിങ് ഏരിയയിൽ പോയിരുന്നു ക്യാരംസ് കളിയും. അതൊക്കെ കഴിഞ്ഞ് ക്യാരംസ് കളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ചെക്കൗട്ട് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക്. ഇവിടെ മൂന്നാർ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല കേട്ടോ, ആരും വരാൻ നിൽക്കണ്ട. ക്ലൈമറ്റ് മഹാമോശമാണ്, നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും ഇരവികുളത്ത് പോകാണ്ട് നമ്മൾ തിരിച്ചു പോകണില്ല. ഇരവികുളം കൂടി പോയി കണ്ട് പോകുവാണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് രാജമല അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു നല്ലൊരു വ്യൂ ആണിട്ടത്. ഒരു ചെറിയൊരു അരുവിയും, എന്നാൽ വെള്ളം കുറവാണ്. അവിടെ കുറേ ചെറിയ വീടുകൾ, ആ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ആ കുന്നിന് ചുവടിൽ താഴെയായിട്ട് നിരനിരയായിട്ട് ഒരേപോലെയുള്ള ചെറിയ വീടുകൾ. നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ. അവിടെ കുറേ ലോണ്ട്രി, തുണി അലക്കി വിരിക്കുന്ന ആളുകൾ അതൊക്കെ ഉണക്കി പുല്ലുമെത്തയിലിട്ടിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വിട്ടുപോകുന്ന നേരെ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ അവരുടെ ടിക്കറ്റ് കൗണ്ടറും കാർ പാർക്കിംഗ് ഏരിയ ഉള്ള സ്ഥലത്തേക്ക് കയറി. അവിടെ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കയറി ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ബസ്സിലെല്ലാം കംപ്ലീറ്റ് ആളുകൾ ഫില്ലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് കയറാൻ അധികം താല്പര്യം കാണിച്ചില്ല. കാരണം ആളുകളെല്ലാം കൂടി തിങ്ങി നിറഞ്ഞ് പോകുന്നത് അത്ര സേഫായിട്ട് തോന്നുന്നതുകൊണ്ട് ഞങ്ങളതിൽ കയറിയില്ല. അവിടെ ചുമ്മാ തിരിച്ചു പോന്നു. അതും കഴിഞ്ഞ് കുറച്ച് മേപ്പോട്ട് മുകളിലേക്ക് മലകൾ കയറി അങ്ങ് പോകുന്നു. കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു. ക്രിസ്മസ് അവധിയായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് മൂന്നാർക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, വണ്ടികളുടെ കാർ പാർക്കിങ്ങും തിരക്കും കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് നമുക്ക്. ഒത്തിരി കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞ് പോകുന്നതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ച് പോകുന്നു. ഇവിടുന്ന് പോന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് 1-2 വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഫോൺ മെമ്മറി ഫില്ലായതിനു ശേഷം ഞാൻ വീഡിയോസ് അങ്ങോട്ടും മറ്റു ഫോണിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് വീഡിയോസ് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അധികം ഒന്നും കാഴ്ചകൾ കാണാനില്ല. ഇവിടെ കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, പകൽ മൂന്നാർ ക്ലൈമറ്റ് കിട്ടാൻ വന്നിട്ട് കാര്യമില്ല. മൂന്നാർ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ഉള്ളത് വൈകിട്ട് രാത്രി 8 മണി മുതൽ വെളുപ്പിന് ഒരു 7 മണി വരെ ക്ലൈമറ്റ് നല്ലതുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.